ഒരു പണി കിട്ടുമ്പോഴേ നീ പഠിക്കുകയുള്ളൂ. എല്ലാ എത്തിയിസ്റ്റുകളും ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടാവും. ഞാനൊരു എത്തിയിസ്റ്റാണെന്ന് പറഞ്ഞപ്പോഴും കുറേ വിശ്വാസികൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, പണി കിട്ടുമ്പോൾ നീ പഠിക്കും. ഈ പണി കിട്ടുന്നത് എത്തിയിസ്റ്റുകൾക്ക് മാത്രമാണ്. ഈ ലോകത്തൊരു 10% മാത്രമേ ഉണ്ടാവുള്ളൂ എത്തിയിസ്റ്റുകൾ. ബാക്കി 90% ബിലീവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ പണി കിട്ടുന്നതിലും 90% ബിലീവേഴ്സും 10% മാത്രമല്ലേ എത്തിയിസ്റ്റുകളും ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ബിലീവറിന് പണി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു 100,000 ന്യായങ്ങളുണ്ടാവും. എത്തിയിസ്റ്റിന് എന്ത് പണി കിട്ടിക്കോട്ടെ, ബിസിനസ് തുടങ്ങി പൊളിഞ്ഞോട്ടെ, പരീക്ഷയിൽ തോറ്റോട്ടെ, ഒരു അപകടം വന്നോട്ടെ, മരിച്ചു പോയിക്കോട്ടെ, എല്ലാത്തിനും ഒറ്റ റീസണുള്ളൂ, ദൈവത്തിനെതിരെ സംസാരിച്ചു. മറിച്ച് ഒരു വിശ്വാസിക്കാണ് ഇതൊക്കെ സംഭവിക്കണമെങ്കിലോ, ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞാൽ എന്താ പറയുക, ദൈവത്തിൻ്റെ പരീക്ഷണം. പരീക്ഷയിൽ തോറ്റാലോ അതും പരീക്ഷണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥയായിരിക്കും. അപകടം വന്നാലോ മോനെ ഇത്ര പോലെ പറ്റിയുള്ള ദൈവം കാത്തു. മരിച്ചാലോ ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവന്മാർക്ക് എല്ലാത്തിനും ഇതേപോലെയുള്ള ഊടായ്പ ന്യായങ്ങൾ കുറേ ഉണ്ടാവും. അപ്പോൾ പണി കിട്ടണതും കിട്ടാതിരിക്കണതും അവനവൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. മനസ്സിലായോ? പണി കിട്ടിയാൽ അത് അന്വേഷിക്കുക, എവിടെയാണ് വീഴ്ച പറ്റിയത്, എന്തുകൊണ്ടാണ് പണി കിട്ടിയത്.